ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം എന്റെ 9-ാമത്തെ വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാണ് അതിനകത്തെ വിഷയം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ആ വചനം വായിച്ചു വരുമ്പോഴാണ് യേശു പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എന്റെ സ്നേഹത്തിൽ വസിക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള ഒരു ദൈവിക ദൂത ഇത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ലോകത്തിലുമുള്ള സർവ്വലോകത്തിലുമുള്ള ജനത്തിനുള്ള ദൂതാണ് ആമേൻ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് സന്തോഷത്തോടുകൂടി പറയുന്നതാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവരോടും അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സന്തോഷത്തോടെ പറയാൻ കഴിയത്തില്ല. എന്തിനും കാര്യസാധ്യത്തിനായിരിക്കും. യേശു അങ്ങനെയല്ല പറയുന്നത്, സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനും എന്ന് ക്രിസ്തു പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിതാവും സ്നേഹിക്കുന്നു. അല്ലേ? അപ്പം യേശുവും പിതാവും നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്നു. പിതാവ് സ്നേഹിക്കുന്നതിനാൽ യേശുവിനെ രക്ഷകനായി ലോകത്തിലേക്ക് അയച്ചു. പിതാവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ യേശു നമ്മെ സ്നേഹിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്വാസദായകനായി തന്നു. ഹല്ലേലൂയ. അപ്പൊ മാനവകുലം എന്ന് പറയുന്ന മുഴുവൻ പാപത്തിന്റെ അധീനതയിൽ കിടന്ന ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ലോകത്തിൽ പാപികളായിരുന്ന എന്നെ നിങ്ങളെയും വീണ്ടെടുത്ത് രക്ഷ നൽകാൻ വേണ്ടി പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്നേഹം, ഹല്ലേലൂയ, ആ സ്നേഹത്തിൽ ഞാനും നിങ്ങളും നിറഞ്ഞു നിന്ന് ജീവിക്കണം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന ആശ്വാസദായകനെ നമ്മുടെ ഉള്ളിൽ ദൈവം പകരുകയുള്ളൂ, രക്തം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കണം. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത്? അതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 12-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് ഇവരും കാണുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ് യേശു നമുക്ക് തരുന്ന കൽപ്പന. ഹല്ലേലൂയ. എന്നിട്ട് ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേ സ്തോത്രം, രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ, യേശു നമ്മെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നാം മറ്റുള്ളവരെയും കൂട്ടുകാരനെ സ്നേഹിക്കണം. ഭവനത്തിനകത്ത്, ജീവിതത്തിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളില്, നാം കടന്നു പോകുന്ന സമൂഹങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. സ്നേഹത്താൽ നിർമ്മിതമായ, സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവാത്മാവ് വസിക്കത്തുള്ളൂ. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. സ്നേഹമുള്ളിടത്ത് മാത്രമേ സമാധാനം നിറയത്തുള്ളൂ. സ്നേഹമില്ലെങ്കിൽ അവിടെ എപ്പോഴും കലശം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ എപ്പോഴും പ്രതിസന്ധികളായിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, നിങ്ങൾ സ്നേഹത്തിൽ വസിക്കണം. ഹല്ലേലൂയ. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് യേശു പറയാണ്, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവിൽ നിന്നും അത്രമാത്രം സ്നേഹം ലഭിച്ച നിങ്ങൾ
അവനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിന് അതനുസരിച്ച് നമ്മൾ സ്നേഹിക്കണം. കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം സ്നേഹമാണ് ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ തന്നത്. നമുക്ക് വേണ്ടിയ കഷ്ടാനുഭവങ്ങൾ, പീഡാനുഭവങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ജീവൻ നൽകി. ആമേൻ. യേശു നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിച്ച കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും അതേ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് വേണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിപ്പാൻ. അല്ലേറിയ അതുകൊണ്ടാണ് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കണം. കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കണം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വിവിധ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം. ദൈവസ്നേഹത്തിൽ നേരെ അകറ്റിക്കളയുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷെ ഏതെല്ലാം നിന്റെ ജീവിതത്തെ അലട്ടിയാലും ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം. ദൈവസ്നേഹം മാറ്റമില്ലാത്തതാണ്. അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. ലോകത്തിലുള്ള എല്ലാ സ്നേഹങ്ങളും മാറ്റമുള്ളതാണ്, നിലനിൽക്കാത്തതാണ്. എന്നാൽ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സ്നേഹമാണ്. അത് ജീവൻ തന്നാണ് നമ്മെ സ്നേഹിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ നാം ദിനംതോറും ദൈവസ്നേഹത്തിൽ വസിക്കണം. ദിനംതോറും ദൈവസ്നേഹത്തിൽ വസിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ണ് തുറന്നെഴുന്നേറ്റത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാം സംസാരിക്കുന്നത്, നാം ശ്വസിക്കുന്നത്, നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം എന്നൊക്കെ പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പ്രൈസ്. അപ്പം ദൈവസ്നേഹത്തിന്റെ ആഴം. അതുകൊണ്ടാണ് പൗലോസ് അടുത്ത് പറയുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാണ് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്നൊക്കെ പൗലോസ് റോമാലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് വന്നാലും ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചു കളയരുത്. പ്രൈസ്. ദൈവസ്നേഹത്തിൽ നിങ്ങൾ എപ്പോഴെല്ലാം വേറിട്ട് നിൽക്കുന്നോ അവിടെ നിങ്ങളുടെ ഉള്ളിൽ കോപം കയറും. നിങ്ങളുടെ ഉള്ളിൽ ശാഠ്യം, ബന്ധപക്ഷം, ഭിന്നത, അസൂയ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയശ്രോതാവേ, ദൈവസ്നേഹത്തിൽ എന്നും നിലനിൽക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. നമുക്ക് ഈ ലോകത്തിൽ ആരുടെയും സ്നേഹം ലഭ്യമല്ല. ഈ ലോകത്തിൽ ലഭിക്കുന്ന സ്നേഹമൊന്നും ശാശ്വതമല്ല. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിച്ചാൽ അത് നിലനിൽക്കും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാണല്ലോ. ആദിമ സഭയിൽ ആദിമകാല യഹൂദന്മാര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിയായ മുന്തിരിവള്ളി യഹൂദ ജാതിയാണെന്നും മറ്റുള്ളവർ കാട്ടുമുന്തിരിയാണെന്നുമാണ് അവർ പഠിപ്പിച്ചത്. അപ്പൊ യഹൂദൻ പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുന്തിരിവള്ളി അവരാ, ബാക്കിയുള്ളവരെല്ലാം കാട്ടുമുന്തിരിവള്ളിയാണെന്ന് അവർ പഠിപ്പിച്ചിരുന്നു. എന്നാൽ സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാകുന്നുവെന്ന് യേശു പറയാം. അപ്പൊ യഹൂദനെ മാറ്റി നിർത്തിയിട്ട് അല്ലേലൂയ കാട്ടുമുന്തിരി എന്ന് അവർ വിശേഷിപ്പിച്ച ആ സാഹചര്യത്തെ മാറ്റി നിർത്തിയിട്ട് യേശു പറയാണ്, സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാ. അല്ലേലൂയ എന്ന് യേശു പറയാ. അപ്പൊ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അടുത്ത ബന്ധമാണ് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളത്. അല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. കാരണം ഇതൊരു ജീവൻ ബന്ധമാണ്. അപ്പൊ യഹൂദ ജനത്തെ ദൈവം മുന്തിരിവള്ളിയായി തെരഞ്ഞെടുത്തുവെങ്കിലും ഇസ്രായേൽ ജനത്തെ മുന്തിരിവള്ളിയോട് വേദപുസ്തകത്തിൽ പല സ്ഥലത്തും പറയുന്നുണ്ടെങ്കിലും അവർ ദൈവത്തിന് ഫലം കായ്ക്കണമെന്നുള്ളതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അവർ ദൈവ സ്നേഹത്തിൽ വസിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ യഹൂദൻ ദൈവത്തിന് യഥാർത്ഥമായി ഫലം കൊടുക്കാതിരുന്നപ്പോൾ കാട്ടുമുന്തിരികളായിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ച് സാക്ഷാൽ മുന്തിരിവള്ളിയായിരിക്കുന്ന യേശുവിനോട് ചേർത്ത് നിർത്തി. അല്ലേലൂയ. അപ്പൊ നമ്മളും ക്രിസ്തു ഒന്നാണ്, ക്രിസ്തുവും നമ്മളും ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസ്നേഹത്തിൽ വസിക്കണം. അല്ലേലൂയ. ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കാനാവാത്തതായിരിക്കണം. ഇവിടെ വചനം പറയുന്നത് ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയെ എല്ലാം മാറ്റിയിട്ടാണ്, യഹൂദജാതിയെ മാറ്റിയിട്ടാണ് ദൈവം നമ്മെ ചേർത്ത് പണിയുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവവചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകം സ്നേഹത്തിലാണ് വസിക്കുന്നത്.
ഈ ലോക സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. ഒരു മാതാവ് അല്ലെ ഒരു കുഞ്ഞിനെ 10 മാസം വളരെ ത്യാഗപൂർവം സ്നേഹപൂർവം തന്റെ ഉദരത്തിൽ ചുമക്കുന്നു. അല്ലേ? കുഞ്ഞ് പിറന്നതിന് ശേഷം തന്റെ രക്തത്തെ പാലാക്കി കുഞ്ഞിന് ദിനതോറും അമ്മ ആഹാരമായി കൊടുക്കുന്നു. അല്ലേ? എങ്ങനെയോ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ അടുക്കൽ അളവില്ലാത്ത സ്നേഹം വർദ്ധിക്കുക. തന്റെ ഉദരത്തിൽ ആമയും വളർന്ന കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ആ മാതാവ് പാലൂട്ടി വളർത്തുന്നു. അനുദിനം ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് സ്നേഹം വർദ്ധിക്കുന്നു. അല്ലേലിയ. സ്നേഹം അല്ലേലിയ ആ കുഞ്ഞിനെ നിറച്ചുകൊണ്ടിരിക്കും. ആ കുഞ്ഞിനൊരു വ്യാധി വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, അല്ലേലിയ ഒരു പനി വന്നാൽ ആ മാതാവ് എന്ത് ചെയ്യും? രാപ്പകൽ അല്ലേലിയ ഉറങ്ങാതെ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന്റെ സങ്കടങ്ങളെല്ലാം അറിഞ്ഞതിനെ ലാളിച്ച് അല്ലേലിയ അതിനെ വളർത്തിയെടുക്കും. അതാണ് ഒരു മാതാവും കുഞ്ഞുമുള്ള ബന്ധം. ആ മാതാവും കുഞ്ഞുമുള്ള ബന്ധം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് യേശു പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, ആമേൻ, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഒരു മാതാവും കുഞ്ഞുമുള്ള സ്നേഹം പോലെ തന്നെ നമ്മളും യേശുവുമായിട്ട് സ്നേഹത്തിൽ വസിക്കണം. അപ്പൊ നമ്മൾ യേശുവിനോടൊപ്പം ചേർന്ന് വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും അല്ലേലിയ നാം ഏത് പ്രതികൂലത്തിൽ കടന്നു പോയാലും ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അല്ലേലിയ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യമാണെന്ന് തോന്നുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയെ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതേ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. അല്ലേലിയ. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞാൽ സകലരെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയും, സകലരെയും നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ദൈവസ്നേഹം നിന്റെ ഉള്ളിലില്ലെങ്കിൽ നിനക്കെല്ലാവരോടും പകയും വിദ്വേഷവും നിന്റെ ഉള്ളിലുണ്ടാകും. പ്രൈസറോ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു പറയാണ് എന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ. അല്ലേലിയ. അപ്പൊ സ്നേഹം എന്ന അടിസ്ഥാനത്തിൽ നിന്നാകുന്ന കുടുംബജീവിതം പണിയുന്നത്. സ്നേഹം എന്ന അടിസ്ഥാനത്തിലാണ് കുടുംബജീവിതം, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം, കുടുംബജീവിതത്തിന്റെ പണി, കുടുംബജീവിതത്തിന്റെ വളർച്ച, കുടുംബജീവിതത്തിന്റെ സ്നേഹം, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം, കുടുംബജീവിതത്തിന്റെ സമാധാനം എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലേലിയ. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹത്തിൽ വേണം ജീവിതം ആരംഭിക്കുവാൻ. അപ്പൊ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നവനായിട്ട് കാണുവാനാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത്. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. അവരുടെ ഇടയിൽ വിള്ളലുകൾ വരാൻ പാടില്ല, ഇടർച്ചകൾ വരാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കുടുംബം എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളായി കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ട്. പരസ്പരം വിശ്വാസ വഞ്ചന. അല്ലേ? സ്നേഹത്തിൽ വഞ്ചന, സ്നേഹത്തിനകത്ത് ആമിലെ ഇടർച്ച കൊണ്ടുവരുന്ന അനവധി കുടുംബങ്ങൾ ഇന്ന് വിശ്വാസ സമൂഹത്തിലുണ്ട്. അതിന്റെ നടുവിലാണ് യേശു പറഞ്ഞത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. കാരണം യേശു ക്രിസ്തുവും പിതാവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് അവരെ വേർപിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മളും യേശുവായുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കരുത്. കുടുംബജീവിതത്തിനകത്ത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ എന്തെല്ലാം സുഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായാലും, എന്തെല്ലാം സുഖങ്ങൾ നിങ്ങളെ തേടിയെത്തിയാലും കുടുംബജീവിതത്തിനകത്ത് സ്നേഹം നിലനിർത്തണം. പരസ്പരം നിങ്ങൾ വഞ്ചിക്കരുത്. അല്ലേ? മാതാപിതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കരുത്. മക്കൾ അപ്പനമ്മമാരെ വഞ്ചിക്കരുത്. അല്ലേ? സ്നേഹം കൊത്താൻ നിറയപ്പെട്ടതായിരിക്കണം നിങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. അപ്പൊ സാക്ഷാൽ മുന്തിരിവള്ളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് കൊമ്പുകളായി വസിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. അല്ലേ? നമ്മൾ ദൈവരാജ്യത്തെ പ്രയോജനമുള്ളവരായിരിക്കണം. ഇന്നത്തെ കുടുംബങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി തകരുന്നതിന്റെ കാരണം എന്താണ്? പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പരസ്പരം വഞ്ചനയാണ് എല്ലാവരിലും നടക്കുന്നത്. അതുകൊണ്ട് സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വിള്ളലുണ്ടാക്കുവാൻ, നിന്റെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുവാൻ, നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല പദ്ധതികളെയും നിങ്ങൾ തിരിച്ചറിയണം, രക്തം ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യം പറയുന്നു,
ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നതിന് കറ ചുളുക്കം മുതലായ അത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അലിയ അവളും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടിട്ടില്ല. ക്രിസ്തുവും സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രയേ ചെയ്തത്. പൗലോസ് ദൈവവചനത്തിൽ ദൈവസഭയുടെ മർമ്മങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നാം പരസ്പരം ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിന് എപ്പോഴും കീഴടങ്ങി ജീവിക്കണം. ഭർത്താവ് ഭർത്താവിനെ ബഹുമാനിച്ചും ആദരിച്ചും ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ തന്നെ ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ അറിഞ്ഞ് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ അവളെ സ്നേഹിക്കണം. മറ്റൊരു ശരീരത്തെ സ്നേഹിക്കരുത്. അപ്പൊ ഭർത്താക്കന്മാർ മറ്റൊരു ശരീരത്തെ സ്നേഹിക്കരുത്, ഭാര്യമാർ മറ്റൊരു ശരീരത്തെ സ്നേഹിക്കരുത്. ഉഭയസമ്മതത്താൽ ഉടമ്പടി ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നിടം വരെ, ഒന്നെങ്കിൽ മരണത്താൽ നിങ്ങൾ വേർപെടുന്നിടം വരെ, അല്ലെങ്കിൽ ദൈവസഭയുടെ എടുക്കപ്പെടൽ വരെ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന് വിള്ളൽ വരരുത്. ഹല്ലേലൂയ. ഇത് ദൈവവചനത്തിലൂടെ പഠിക്കുന്ന, പക്ഷേ ഇന്ന് അനേക ദൈവഭക്തന്മാരുടെ കുടുംബത്തിനകത്തും സ്നേഹത്തിൽ വിള്ളൽ വന്ന് പരാതികളും പരിഭവങ്ങളുമായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്റെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല ദൈവഭക്തന്മാരുടെ ഭവനത്തിനകത്തു നിന്നും പലരും എന്നെ വിളിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്റെ പാസ്റ്ററെ, മുമ്പത്തെ പോലെ സ്നേഹം കുടുംബത്തിലില്ല, അദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണ്, അദ്ദേഹത്തോട് ഇഷ്ടമില്ല, സ്നേഹത്തിൽ സംസാരിക്കുന്നില്ല, സമാധാനത്തോട് വാക്കു പറയുന്നില്ല, എന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്ന അനേക സഹോദരിമാരുടെ വീർപ്പുമുട്ടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അനവധി സഹോദരന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറയാൻ ലജ്ജയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ പാസ്റ്റർ എന്റെ ഭാര്യ ഒന്ന് ഉപദേശിക്കണം, അവൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഉഭയസമ്മതത്താൽ ഒന്നിച്ച കുടുംബജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് വിള്ളല് കൊണ്ടുവരാൻ പിശാച് പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് വിള്ളൽ നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി കളയാതെ ദൈവത്താൽ അടിസ്ഥാനമിട്ട് ക്രിസ്തു എന്ന സ്നേഹത്താൽ അടിസ്ഥാനമിട്ട് എന്റെ കുടുംബത്തെ ജയകരമായി പണിതുയർത്തണം. ഹല്ലേലൂയ. അപ്പം വിള്ളല് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കരുത്. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്നേഹം കുറഞ്ഞു കാണപ്പെടുന്നു. അനേക ക്രൈസ്തവ കുടുംബങ്ങളിൽ സ്നേഹം കുറഞ്ഞു കാണുന്നു. ആദ്യ സ്നേഹം, ഹല്ലേലൂയ, ആദ്യ തുടക്കത്തിൽ വളരെ സ്നേഹമായിരുന്നു. പിന്നീട് ആ സ്നേഹം കുറഞ്ഞു കാണുന്നു. കുടുംബങ്ങളിൽ ദിവസങ്ങൾ കഴിയും തോറും ഭാര്യ ഭർത്താക്കന്മാർ, അമ്മയും അപ്പനും അമ്മായിയമ്മയും മരുമോളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങളായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കുടുംബങ്ങളായിരുന്നാലും പരസ്പരം കയ്പുകൾ, കോപങ്ങൾ, വിദ്വേഷങ്ങൾ, ദുർവർത്തമാനങ്ങൾ, തർക്കങ്ങൾ, അശ്ലീലമായ വാക്കുകളൊക്കെ ഉച്ചരിച്ച് കുടുംബത്തിനകത്ത് വിള്ളലുകൾ വരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ മൊബൈൽ ഒരു പരിധിവരെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. മൊബൈലെടുത്ത് വെച്ച് നിങ്ങൾ ചാറ്റ് ചെയ്യുകയും മൊബൈലിനകത്ത് നിങ്ങൾ അന്യ ശരീരങ്ങളുമായി അന്യ മനുഷ്യരുമായി നിങ്ങൾ ബന്ധങ്ങൾ പുലർത്തുമ്പോൾ അത് നിങ്ങളെ വല്ലാത്ത മോഹിപ്പിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് യാക്കോബ് പറയുന്നത്. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബമായി ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകരുത്. മൊബൈലിലൂടെ അനവധി വാക്കുകളുമായി, മധുര വാഗ്ദത്തങ്ങളുമായി അനേകർ നിങ്ങളുടെ മനസ്സിനെ വശീകരിക്കുവാൻ, നിങ്ങളിൽ മോഹം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങളെ ചാറ്റിങ്ങിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ നീ അതിൽ വീണു പോകരുത്. ഹല്ലേലൂയ. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ അടിസ്ഥാനപ്പെട്ട് അത് ദൈവം മുമ്പാകെ വിശുദ്ധമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് കുടുംബജീവിതത്തിനകത്ത് ഭിന്നത വരാതെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പണിതെടുക്കണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ഒരിക്കലും തർക്കങ്ങൾ ഉണ്ടാകരുത്. ഹല്ലേലൂയ. വിദ്വേഷങ്ങൾ ഉണ്ടാകരുത്, പകയുണ്ടാകരുത്. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും എന്താണ്,
ആമെ ചിന്ന ഭിന്നമായി മാറി. കേരളത്തിലെ കുടുംബ കോടതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് എണ്ണിയാൽ തീരാത്ത പോലെ ഈ ലക്ഷക്കണക്കിന് കുടുംബ വഴക്കിന്റെ അതനുസരിച്ച് കേസുകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ഈ കേസുകളെല്ലാം ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വിവാഹമോചനം അല്ലേ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുതെന്ന് നമ്മൾ മത്തായി സുവിശേഷം 19 വായിക്കുന്നുണ്ട്. അപ്പം ദൈവം യോജിപ്പിച്ച് നിങ്ങളെ കുടുംബമായി തീർത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം വസിക്കുവാൻ, ദൈവം നിങ്ങളിവിടെ വസിക്കുമ്പോൾ അത് വേർതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ഭരണാധികാരികൾക്കോ ലോകത്തിന്റെ നിയമങ്ങൾക്കോ ഇവിടുത്തെ ശത്രുക്കൾക്കോ കാരണമാകരുത്. നിന്റെ കുടുംബത്തെ ചേർത്തത് ദൈവമാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുടുംബത്തിനകത്ത് കലഹം വരരുത്. എത്രയോ ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. എത്രയോ ദൈവഭക്തന്മാരാണ്, എത്രയോ ദൈവജനമാണ് തങ്ങളുടെ യൗവനത്തിലെ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ആ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നു. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ആളെ വിവാഹം കഴിക്കുന്നു. അതിനെ പറയുന്നത് വ്യഭിചാരമെന്നാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറെ സ്നേഹത്തിലേക്ക് പോകുമ്പോൾ, വേറെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിനെ വേദപുസ്തക ഭാഷയിലൂടെ പറയുന്നത്, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, വ്യഭിചാരമെന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു പറയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കണം. നിങ്ങളെ കുറിച്ച് അരുതാത്തത് പറഞ്ഞുണ്ടാക്കുവാൻ ശത്രു പലവിധമായ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കുടുംബമാണോ പ്രശ്നങ്ങളുണ്ട്? കുടുംബമാണോ വിള്ളലുകളുണ്ട്? കുടുംബമാണോ കാലമുടയും? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വിള്ളലുകളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ വളരെ വലുതാക്കിയെടുക്കാതെ എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവത്തിലേക്ക് പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾ ദൈവം ഭാഗവെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം. നിങ്ങളുടെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളെ പുറലോകത്തോട് അറിയിക്കരുത്. രക്തം ചെയ്യും. ഇന്ന് പല കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ലോകത്തിൽ സംസാരമായി മാറി. എന്തുകൊണ്ടാണ്? ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള അകൽച്ച, ഭർത്താവിന് ഭാര്യയുള്ള അകൽച്ച, രണ്ടും കൂടെ വർദ്ധിച്ച് പരസ്പരം പറഞ്ഞു തീർക്കാനാകാതെ അവർ അടുത്ത വീട്ടിലെ സഹോദരങ്ങളോട്, അടുത്ത കൂട്ടുകാരിയോട്, ഫ്രണ്ട്സിനോട് ആ വിഷയം കൈമാറും. അങ്ങനെ ആ വ്യക്തിയോട് ആ വിഷയം കൈമാറി കഴിയുമ്പോൾ കേൾക്കുന്ന വ്യക്തി പിന്നെ ഒരു 10,000 നോട്ടീസെങ്കിലും അടിക്കും. അങ്ങനെ കേൾക്കുന്നവർ നിങ്ങളെ കുറിച്ച് പരസ്യം ചെയ്ത് നിന്റെ കുടുംബ ജീവിതത്തിന്റെ ഭിന്നതകളെ, പ്രശ്നങ്ങളെ ലോകത്തിന് മുമ്പാകെ അവർ അറിയിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിനകത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വസിക്കണം. യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം നിറയപ്പെട്ടതായിരിക്കണം. ജീവിതം ആനന്ദമായി മാറണം, ജീവിതം സമാധാനമായി മാറണം, ജീവിതം സന്തോഷമുള്ളതായി മാറണം. ജീവിതം എന്ന് പറയുന്നത് പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ കുടുംബജീവിതത്തിൽ സാത്താൻ പ്രവർത്തിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പം കുടുംബത്തിനകത്തെ കയ്പുകളും കോപങ്ങളും വിദ്വേഷങ്ങളും ദുർവർത്തമാനങ്ങളും തർക്കങ്ങളും എല്ലാം നിങ്ങൾ പുറത്തെറിഞ്ഞു കളയണം. അവയെല്ലാം നിങ്ങൾ പുറത്താക്കണം. ആത്മാവിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, ദൈവസ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് കിടക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പര വഞ്ചന എന്ന് പറയുന്നത് നിലനിൽക്കുക, പാതിവൃത്യ സംശയം എന്നൊക്കെ പറയുന്നത് നിലനിൽക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കേൾക്കുന്നത്. ഓരോ ദിവസവും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളും വിഷയങ്ങളും കേൾക്കുമ്പോൾ കുടുംബ തകർച്ചകളാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞാൻ ഒരിക്കലൂടെ ആവർത്തിച്ച് പറയട്ടെ. മുമ്പ് ഞാൻ പറഞ്ഞതാ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിന്റെ കുടുംബജീവിതത്തെ തകർക്കരുത്.
എന്നെ കേൾക്കുന്ന തലമുറ യൗവനക്കാരോട് പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിന്റെ കുടുംബജീവിതത്തെ തകർക്കരുത്. നിനക്ക് അനവധി ഫ്രണ്ട്സുകൾ, സുഹൃത്തുക്കൾ നിനക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവരുമായിട്ട് നീ ചങ്ങാത്തം കൂടുമ്പോൾ ഒരടി അകലം വിട്ടു നിൽക്കണം. അല്ലേ? കാരണം നിനക്ക് കുടുംബമുണ്ടെന്നുള്ള തിരിച്ചറിവ്, യാഥാർത്ഥ്യം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കണം. രക്തം ചെയ്യും. അല്ലേ? അതുകൊണ്ട് നിന്റെ ജീവിതത്തെ ക്രിസ്തുവിൽ പണിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. എന്റെ സ്നേഹത്തിൽ, യേശുവിന്റെ സ്നേഹത്തിൽ വസിപ്പാൻ പറഞ്ഞത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷം പേരിലും വ്യാജമായ സ്നേഹമാണ് കാണുന്നത്. ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളിലും വ്യാജമായ സ്നേഹമാണ്. കുടുംബത്തിനകത്ത് തൊട്ട് മക്കളുടെ സ്നേഹം വ്യാജമായി മാറുന്നു. അല്ലേ? മക്കളുടെ സ്നേഹം വ്യാജമായി മാറിയത് കൊണ്ടാണല്ലോ അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, അപ്പനെയും അമ്മയും മാരകമായി ഉപദ്രവിക്കുന്നത്, അപ്പനെയും അമ്മയും വോൾട്ടേജ് റൂമിലേക്ക് കൊണ്ട് തള്ളുന്നത്. മക്കളുടെ സ്നേഹം വ്യാജമായതുകൊണ്ടാണ്. അല്ലേരിയ സോദർ. അങ്ങനെ പലവരുടെ സ്നേഹം ഇന്ന് വ്യാജമായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലേരിയ. എന്നാൽ സ്തോത്രം, തങ്ങളുടെ കാര്യം സാധിക്കുവാനായി സ്നേഹമുള്ളവരെ പോലെ പലരും നിങ്ങളുടെ അരികിലേക്ക് വന്നേക്കാം. അവൻ സ്നേഹം നടിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, നിങ്ങൾ എന്റെ ചങ്കാണ്, നിങ്ങൾ തേനാണ്, നിങ്ങൾ എന്റെ കരളാണ് എന്നൊക്കെ പറഞ്ഞ് ആമെ സ്നേഹം നടിക്കുന്ന ഒരു കൂട്ടം കാപാലികന്മാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം കരാളന്മാർ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ സ്നേഹത്തിനകത്ത് നിന്നെ നിറയ്ക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കാപട്യമാണോ അഭിനയമാണോ എന്ന് നീ തിരിച്ചറിയണം. അല്ലേ? നിന്നെ മുതലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നിന്നെ കൈവശപ്പെടുത്തിയെടുക്കുവാൻ, നിന്നിൽ നിന്ന് കാര്യസാധ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വഞ്ചനാപരമായ സ്നേഹം കാണിക്കുന്നവരുണ്ട്. അല്ലേലിയ. സ്നേഹം നടിക്കുന്നവർ. അല്ലേലിയ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹമോ മാറ്റമില്ലാത്തതും ത്യാഗം നിറഞ്ഞതുമായിരുന്നു. അല്ലേലിയ. യേശുവിന്റെ സ്നേഹം അഭിനയമല്ലായിരുന്നു. അല്ലേലിയ. വഞ്ചനപരമല്ലായിരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടിയില്ല. യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സ്നേഹമാണ്. അല്ലേലിയ. അത് വളരെ ത്യാഗപൂർവം നമുക്ക് നൽകിയ സ്നേഹമാണ്. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന് അവന്റെ ശരീരങ്ങൾ ഉഴവുചാല് പോലെ കീറി. അല്ലേരിയ. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപമായി മാറി. പടയാളികൾ മാറി മാറി ചട്ടമാറുകൊണ്ട് അടിച്ച് ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ ആമൻ അടർന്നു വീഴുമ്പോഴും, അല്ലേരിയ, തന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി രക്തം വാർന്നൊഴുകുമ്പോഴും, കൈ കാലുകളിൽ കാരിരുമ്പാണി അടിച്ചിറക്കി രക്തം വാർന്നൊഴുകുമ്പോഴും, അല്ലേരിയ, ജനമെല്ലാം കടന്നു വന്നും നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോഴും, കള്ളനെന്നും കുലപാതകനെന്നും ചതിയനെന്നും ബെൽസെബൂലുള്ളവനെന്നൊക്കെ വിളിക്കുമ്പോഴും യേശുവിന്റെ സ്നേഹത്തിന് മാറ്റമില്ല. അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം കാപട്യമുള്ളതല്ല, അത് ത്യാഗപൂർവ്വം നമ്മെ സ്നേഹിച്ചതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരുവീൻ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് യേശുവിനെ ക്രൂശിച്ച ഒരു കൂട്ടം ജനം ചുറ്റി നിന്ന് ആരവാരം മുഴക്കുമ്പോൾ, യേശുവിനെ പരിഹസിക്കുമ്പോൾ യേശുവിന് പറയുവാനുള്ള അതാണ് എന്നെ കേൾക്കുന്ന പ്രസരിക്കുക. യേശുവിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്. അല്ലേലൂയ. യേശുവിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്, ത്യാഗപൂർവ്വമുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തു പറയുക, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അല്ലേലൂയ. അല്ലേലൂയ. അപ്പം നമ്മളും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റമില്ലാത്ത സ്നേഹം, ചിലപ്പം ത്യാഗപൂർവമായ സ്നേഹത്തൊക്കെ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ സഹിക്കണമെന്നേ, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ സഹിക്കണം. യേശു നമുക്ക് വേണ്ടി സഹിച്ചില്ലേ? ആ കാൽവറിയിലേക്ക് നിങ്ങളുടെ കണ്ണുകളും ഉയർത്തിയാട്ട ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ആ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാട്ടല്ലേ എറിയ. കാര്യരുമ്പാണിയാൽ തറയപ്പെട്ട് കിടക്കുന്ന മുൾക്കിരിയുടെ ധാരിയായി കിടക്കുന്ന യേശുവിനെ നിങ്ങളുടെ ആത്മാവിൽ ഇന്ന് പകൽ നീ കാണുന്നെങ്കിൽ, അല്ലേരിയ, ദൈവ സ്നേഹത്തിൽ നീ വസിക്കും. രക്തം ചെയ്യും. യേശുവിന്റെ സ്നേഹത്തിൽ നീ ആരും വേർപിരിക്കരുത്. ലോകം നിന്നെ വേർപിരിക്കരുത്. അല്ലേരിയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ യേശുവിന്റെ സ്നേഹം മാറ്റമില്ലാത്തതും ത്യാഗം നിറഞ്ഞതുമാകുന്നു. അവന്റെ കാൽവരി സ്നേഹം കാണുമ്പോൾ കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ ഉടഞ്ഞു മാറണം. അല്ലേരിയ. യേശുവിന്റെ കാൽവറിയിലെ സ്നേഹത്തെ കാണുമ്പോൾ നമ്മുടെ കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ, അല്ലേരിയ, ഉരുകണം.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയം കഠിനമായി മാറരുത്, നിന്റെ ഹൃദയം കടുപ്പമായി മാറരുത്. ആമേ, നിന്റെ ഹൃദയം മെഴുകുപോലെ ഊരുകണം. യേശുവിന്റെ സ്നേഹത്തിലേക്ക് നീ വരണം. ഹല്ലേലൂയ. ആമേ, ഇന്ന് ആമേ എത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, അല്ലേ? നിങ്ങൾക്ക് മറ്റുള്ളവർ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവരെ എത്രമാത്രം കരുതാൻ കഴിയും, അല്ലേ? അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ എന്നിൽ നീ കണ്ട ശ്രേഷ്ഠത എന്താ, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം, കർത്താവേ, എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ എന്നിൽ എന്താണ് ശ്രേഷ്ഠതയുള്ളത്? ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, അനുദിനം ചോദിക്കാറുണ്ടല്ലോ പറയാൽ. ഞാൻ മിക്കവാറും ദൈവത്തിനും വായിക്കും പഠിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാൻ ഓരോ മെസ്സേജിനും ഒരുങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്റെ കർത്താവേ, എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്താണുള്ളത്? എന്നിൽ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ സ്നേഹിച്ചത്? എന്റെ എന്ത് അല്ലുരിയ നല്ല സ്വഭാവം കണ്ടിട്ടാണ് എന്നെ അങ്ങ് സ്നേഹിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപിയായിരുന്ന, ദോഷിയായിരുന്ന, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന, വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ ജീവിച്ച, ദോഷവും വ്യഭിചാരമുള്ള തലമുറ ജീവിച്ച, നാശകരമായി കുഴിയിലും കുഴഞ്ഞ ചേറ്റുമായിരുന്നു എന്നെ സ്നേഹിച്ചതെന്റെ യേശുവിന്റെ കരുണയാണ്, ദയയാണ്, മനസ്സലിവാണ്. ആ സ്നേഹം മാറ്റമില്ലാത്തതാണ്. അത് ത്യാഗപൂർവ്വം ക്രൂശിൽ കൂടെ നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് നീ ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, വലിയ ഈ അളവില്ലാത്ത സ്നേഹത്തിൽ ഞാൻ യാതൊരു വിധത്തിനും യോഗ്യനല്ല. അത് യേശുവിനെ സ്നേഹിച്ച സ്നേഹത്തിന്, ഈ അളവില്ലാതെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് ഞാൻ ഒരിക്കലും യോഗ്യനല്ല. കാരണം ഞാൻ പലപ്പോഴും യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, യേശുവിനെ പരിഹസിച്ചിട്ടുണ്ട്, യേശുവിനെ നിന്ദിച്ചിട്ടുണ്ട്, അവൻ ഉപദ്രവകാരിയായി മാറിയിട്ടുണ്ട്, ദൈവജനത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്, ദൈവജനത്തെ നിന്ദിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അനവധി പാപ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ സ്നേഹത്തിന് യോഗ്യനല്ല. എന്നിട്ടും എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ അപ്പാ ഞാൻ എന്തുള്ളൂ എന്ന് നിനക്ക് ചോദിക്കാൻ കഴിയുമോ? മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ഈ ലോകം നിന്നെ ഒരിക്കലും കരുതത്തില്ല, ഈ ലോകം നിന്നെ ഒരിക്കലും താങ്ങി നിർത്തത്തില്ല, ഈ ലോകം നിന്നെ ഒരിക്കലും ആശ്വസിപ്പിക്കത്തില്ല, ഈ ലോകം ഒരിക്കലും നിനക്ക് സന്തോഷം തരത്തില്ല, ഈ ലോകം ഒരിക്കലും നിനക്ക് സമാധാനം തരത്തില്ല. നിന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ദൈവ സ്നേഹത്തിലായിരിക്കണം. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിനകത്ത് സ്വർഗസ്മാനമായ അനുഭവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയില് എപ്പോഴും ആ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, പൗലോസ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് രേഖപ്പെടുത്തി വെച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള ആമിനലിയ വിശ്വാസത്താൽ എത്രയെന്ന്. അപ്പൊ പൗലോസിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ ഹല്ലേലൂയ ഞാനും നിങ്ങളും മനസ്സിലാക്കി വേണം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമിട്ട് മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സ്നേഹം നിങ്ങൾ ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കി നിങ്ങൾ ദൈവത്തിന് അകന്നു പോകാതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമാധാനം ഉണ്ടാകണം ണമെങ്കിൽ ദൈവസ്നേഹത്തിൽ, യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കണം. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കത് പറയുവാൻ കഴിയുമ്പോൾ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നിങ്ങൾക്ക് പൗലോസ് പറഞ്ഞ പറയാൻ കഴിയുമോ? വെല്ലുവിളി ഏറ്റെടുത്ത് പറയണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് ന്യായപ്രമാണത്താൽ മരിച്ചവനാണ്. ഹല്ലേലൂയ. ഞാൻ എന്റേതല്ല, കർത്താവിൻ്റെതാണ് എന്നറിവാണ് പൗലോസിന്. പൗലോസ് പറയാണ്, ഞാൻ എന്റേതല്ല, ഞാൻ കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറയുക, ഹല്ലേലൂയ. അതിന് പ്രധാന കാരണം ഹല്ലേലൂയ ദൈവത്തിൽ നമുക്ക് ലഭിച്ച ആത്മീയ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടല്ല. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ നേട്ടങ്ങൾ മുഖാന്തരമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നേട്ടങ്ങളിൽ നീ സന്തോഷിക്കരുത്, നിന്റെ നന്മയിൽ നീ സന്തോഷിക്കരുത്, നിന്റെ പാരമ്പര്യം പറഞ്ഞ് സന്തോഷിക്കരുത്, നിന്റെ മഹിമ പറഞ്ഞ് നീ സന്തോഷിക്കരുത്, വിദ്യാഭ്യാസം പറഞ്ഞ് സന്തോഷിക്കരുത്, നിന്റെ സൗന്ദര്യത്തിൽ നീ സന്തോഷിക്കരുത്, നിന്റെ ആരോഗ്യത്തിൽ നീ സന്തോഷിക്കരുത്. അതെല്ലാം ദൈവം നിനക്ക് ദാനമായി തന്നതാണ്.
അല്ലെങ്കിൽ ദൈവം ദാനമായി തന്നതല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലില്ല. നീ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നഗ്നനായിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നീ ഈ ഭൂമിയിൽ വരുമ്പോൾ നിന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു, നിനക്കൊന്നുമില്ലായിരുന്നു. അല്ലയ്യ ആമിനൊരു ശൈശവത്തിൽ നിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മഹത്വം പറയാനില്ലായിരുന്നു. എന്നാൽ നീ വളരും തോറും, വളർച്ച പ്രാപിക്കും തോറും നിനക്ക് അറിവ് തന്ന്, ജ്ഞാനം തന്ന്, ബുദ്ധി തന്ന്, വിവേകം തന്ന്, പരിജ്ഞാനം തന്ന്, വിദ്യാഭ്യാസം തന്ന്, വളർച്ച തന്ന്, കുടുംബം തന്ന്, കുടുംബ ജീവിതം തന്ന്, സമ്പത്ത് തന്ന്, ആമീൻ വലിയ അധികാരം തന്ന്, സ്ഥാനമാനങ്ങൾ തന്ന് ഒക്കെ നിന്നെ ഇവിടെ നിർത്തിയത് യേശുവാ. ലേരിയ. അതുകൊണ്ട് നീ ലോകത്തിൽ ജഡത്തിൽ നീ പ്രശംസിക്കരുത്. അല്ലെങ്കിൽ ജഡത്തിൽ നീ പ്രശംസിക്കരുത്. നിന്റെ നേട്ടങ്ങളെല്ലാം നിന്റേതല്ല, കർത്താവിൻ്റെതാണ്. കർത്താവ് നമുക്ക് തന്നതാണ്. അതല്ലേരിയ. തെറ്റ് ചെയ്യുവാനുള്ള കരങ്ങൾ കൊണ്ട് നീ ദൈവത്തിലേക്ക് വരരുത്. അല്ലേരിയ. പണ്ടൊരു ഭക്തൻ പറഞ്ഞതാണ്, തെറ്റ് ചെയ്യുവാനുള്ള കരങ്ങൾ എനിക്കില്ലെന്ന്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് പറയാൻ കഴിയുമോ? തെറ്റ് ചെയ്യുവാനുള്ള കരങ്ങൾ എനിക്കില്ല. മദ്യക്കുപ്പി എടുക്കുവാനുള്ള കരം എനിക്കില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള കരങ്ങൾ എനിക്കില്ല. പരമസാരകളും തമ്പാക്കളും തിരുമുവാനുള്ള കരം എനിക്കില്ല. ആമെ മറ്റൊരു ഉപദ്രവിക്കാനുള്ള കരം എനിക്കില്ല. മോഷ്ടിക്കുവാനുള്ള കരം എനിക്കില്ല. വ്യഭിചാരം ചെയ്യുവാനുള്ള കരമില്ല. അശുദ്ധിയിലേക്ക് കൈ നീട്ടുന്ന കരങ്ങൾ എനിക്കില്ല. തെറ്റ് ചെയ്യുവാനുള്ള കരമെനിക്കില്ല. എന്റെ കരങ്ങൾ വെടിപ്പാണ്, വിശുദ്ധമാണെന്ന് നിനക്ക് പറയാൻ കഴിയണം. രക്തം ചെയ്യാം. അല്ലൊരു പണ്ടൊരു ഭക്തൻ പറഞ്ഞതാണ്, അല്ലുലിയ ആമെ തെറ്റ് ചെയ്യുവാനുള്ള കൈകൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടുകൂടെ അല്ലുലിയ ഇന്നലെ ഗ്ലബിൽ വന്ന അഗസ്റ്റിൻ മരിച്ചുപോയി. ഇത് മറ്റൊരു അഗസ്റ്റിനാണ്. അല്ലുലിയ. അതുകൊണ്ട് അതുകൊണ്ട് വരാനായില്ല. എന്റെ സെന്റ് അഗസ്റ്റിൻ കൂട്ടുകാരോട് രക്ഷിക്കപ്പെട്ട ശേഷം പറഞ്ഞതാണ്. സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതാണ്, ഇന്നലെ വരെ ജീവിച്ച അഗസ്റ്റിൻ മരിച്ചുപോയി. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം വന്ന് പുതിയ അഗസ്റ്റിനാ. പഴയ അഗസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് ഞാൻ പുതിയ മനുഷ്യനാണെന്ന് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഒരു പുതിയ മനുഷ്യനായി മാറണം. അല്ലെ, നീ ഒരു പുതിയ മനുഷ്യനായി മാറണം. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. അതുകൊണ്ടാണ് 2:5 വായിക്കും കാണുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അത് നീ ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ, ക്രിസ്തുവിൽ നീ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാമായി സ്വീകരിക്കുമ്പോൾ, അല്ലേലിയ, നീ പുതിയ സൃഷ്ടിയായി മാറുന്നു. അല്ലേലിയ. പുതിയ സൃഷ്ടിയായി നീ മാറിക്കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയപ്പെടണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. അല്ലേലൂയ. ഒരു വെല്ലുവിളിയോടെ നിങ്ങൾ ഈ വാക്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്നതോടെ അനുഭവിക്കുന്ന മതിയാക്കരുത്. കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്നത് നിങ്ങൾ മതിയാക്കരുത്. അത് ദിനംതോറും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അല്ലെങ്കിൽ ദൈവസ്നേഹം നിങ്ങൾ എന്നും അനുഭവിക്കും. അപ്പൊ കർത്താവിനെ സ്നേഹിക്കണം, അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ അവനെ അത്യുത്സാഹത്തോടെ സ്തുതിച്ച് അവനെ ആരാധിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ആഴത്തിനെ ആഴം വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്നേഹത്തിനെ സ്നേഹം വിളിക്കുന്നു, ആഴത്തിനെ ആഴം വിളിക്കുന്നത് പോലെ സ്നേഹത്തെ സ്നേഹം വിളിക്കുന്നു. അതുകൊണ്ട് ദൈവസ്നേഹം നിറയണം. അതുകൊണ്ട് യേശു സ്നേഹിച്ച യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാകൊണ്ട് നമ്മെയും അറിയുന്നില്ല. സാക്ഷ്യമുള്ള ജീവിതം നിനക്കുണ്ടായിരിക്കണം. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു പറയുമ്പോൾ നീ ദൈവമക്കൾ എന്നുള്ള ആ സാക്ഷി നിലനിർത്തണം. നീ ഒരു മദ്യപാനിയുടെ, ഒരു കള്ളുകുടിയന്റെ മകനെന്ന്, ഒരു വ്യഭിചാരിയുടെ മകനെന്ന്, ഒരു മോഷ്ടാവിന്റെ കള്ളന്റെ മകനെന്ന്, ഒരു കുലപാതകിയുടെ മകനെന്ന്, ഒരു ഗുണ്ടയുടെ മകനെന്ന്, ഒരു പരിഹാസിയുടെ മകനെന്ന്, ഒരു തോന്നിവാസിയുടെ മകനെന്ന് നിന്നെ വിളിക്കാനിടയാകാതെ, അല്ലേലൂയ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു പറയുമ്പോൾ നിന്നെ ദൈവസ്നേഹത്തിൽ കാണണം.
നിന്റെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കണം. പലരോടും നാം സംസാരിക്കുമ്പോൾ അത് പറയാറുണ്ട്. എന്നോട് ഒത്തിരി പേരുണ്ട്, അവനാ കള്ളുകൂടിയന്റെ മദ്യപാനിയുടെ മോനാ, അവനാ വ്യഭിചാരിയുടെ മോനാ, പിടിച്ചുപറിക്കാരന്റെ മകനാ, പരിഹാസിയുടെ മോനാ, കള്ളന്റെ കൊള്ളക്കാരന്റെ ഒക്കെ മകനാന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആമിൽ ദൈവസാക്ഷ്യം നിലനിർത്തണം. കാണുവീ, നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അതെന്തിന്റെ സ്നേഹിച്ച സ്നേഹം ഓർത്താൽ, നിനക്ക് വേണ്ടി കാൽവറിയിൽ യേശു മരിച്ചത് ഓർത്താൽ, ആ പീഡാനുഭവത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ആമിൻ യേശുവിന്റെ കഷ്ടതയെ നീ ഓർത്തു കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നീ വേർവിട്ടു പോകരുത്. യേശു പറയുക, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. നിനക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യാം. അല്ലെങ്കിൽ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടേക്കാം, ജീവിതത്തിൽ നിരാശപ്പെട്ടേക്കാം, ജീവിതത്തിൽ സങ്കടം വന്നേക്കാം, ദുഃഖങ്ങൾ വന്നേക്കാം, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോയേക്കാം. എല്ലാവരും നിന്നെ കണ്ടില്ലെന്ന് വെച്ചേക്കാം, എല്ലാവരും മാറി നിന്നേക്കാം, ഒരു സഹായവും നിനക്ക് എങ്ങൊന്നും കിട്ടിയില്ലെന്ന് വന്നേക്കാം, നിന്നെ കാണുന്നവരൊക്കെ മാറിപ്പോയേക്കാം. അത് ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലും ദുഃഖവേളകളിലും നീ നിരാശനായി മാറാതെ, ദുഃഖിതനായി മാറാതെ യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കണം. അല്ലേ, നിന്നെ സ്നേഹിപ്പാൻ യേശു മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ജീവന് തുല്യ സ്നേഹിപ്പാൻ, ജീവനെന്ന് സ്നേഹിപ്പാൻ യേശു മാത്രമേ ഉള്ളൂ നിനക്ക്. അല്ലേലിയ, ലോകത്തിന്റെ സ്നേഹത്തെ നീ ആഗ്രഹിക്കരുത്, ലോക സ്നേഹത്തിന് വേണ്ടി ഒരുങ്ങരുത്, ലോക സ്നേഹത്തിന് വേണ്ടി ഒന്നിനും നീ തയ്യാറരുത്. യേശുവിന്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. അല്ലേലി, അതുകൊണ്ടാണ് ആമേൻ ആഴമാഴത്തെ വിളിക്കുന്നത് പോലെ സ്നേഹം സ്നേഹത്തെ വിളിക്കുന്നു. അല്ലേലിയ, നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കണം. സാക്ഷാൽ മുന്തിരിവള്ളിയും ആമേൻ കൊമ്പുകളും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് ചേർന്ന് കൊമ്പുകളായി വസിച്ച് ആനുദിനം നിങ്ങൾ കർത്താവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. അല്ലേരിയ, ഫലം പുറപ്പെടുവിക്കുന്നവർ. അല്ലേരിയ, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേരിയ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം സ്തോത്രം അല്ലേ, അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായി ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ അല്ലേലൂയ എന്ന് എപ്പോഴും. അപ്പം ദൈവം നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിന്ന് നിലനിൽക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ, ദൈവസ്നേഹമാണ് നമുക്ക് സമാധാനം കേട്ടോ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആഡംബരമായി പറയുവാൻ, നല്ല ആമെ പ്രശംസിക്കാൻ ഒന്നുമില്ലെങ്കിലും വലിയ വലിയ സൗധങ്ങളും വലിയ വലിയ ആഡംബര കാറുകളും വലിയ വലിയ സുഖലോലുപ ജീവിതങ്ങളും ഒന്നും നിനക്കില്ലെങ്കിലും, അല്ലേലൂയ, ഒരു സാധാരണ വ്യക്തിയെ പോലാണ് നീ കഴിഞ്ഞു പോകുന്നതെങ്കിലും എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ദൈവസ്നേഹത്തിൽ വസിക്കണം. നിനക്കൊന്നുമില്ലായിരിക്കാം. അല്ലേലൂയ, നിന്റെ കരങ്ങൾ ശൂന്യമായിരിക്കാം, നിന്റെ അക്കൗണ്ടുകളെല്ലാം ശൂന്യമായിരിക്കാം, നിന്റെ ജീവിതം തന്നെ വളരെ വേദനയിലായിരിക്കും. അല്ലേലൂയ, എന്റെ നടുവിലും ദൈവസ്നേഹത്തിൽ നിറയണം. യേശു പറയാണ്, അല്ലേലൂയ, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അല്ലേലൂയ, ഞാൻ ഈ ദൈവത്തിന് മാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, പ്രതിസന്ധികളുണ്ട്, പരിഭവങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളുടെ നടുവിലും ഞാൻ ദൈവത്തിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് പറയുക, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അങ്ങനെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം മാറി പോകും. അല്ലേരിയ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, പച്ചപ്ലാവിലെ പഴുത്ത പ്ലാവിലെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്ലാവിൽ നോക്കിയാൽ പ്ലാവിലെ ഇലകൾ ചിലത് പഴുത്തും ചിലത് പച്ചയായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പഴുത്ത ഇലകൾ പൊഴിഞ്ഞു പോകുന്ന, പച്ചലി അറിയാതെ തടി അറിയാതെ ആ പഴുത്ത ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഓരോന്നും നീ അറിയാതെ ഈ പഴുത്ത ഇല അടർന്നു പോകുന്ന പോലെ അടർന്നു പോകണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ളത് മാത്രമേ ചേർത്ത് പിടിക്കാവുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിൽ കണ്ണുകളടച്ചാട്ട് ഇന്ന് ആരെങ്കിലും സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനയുടെ നടുവിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദുഃഖത്തിന്റെ കീഴിലാണെങ്കിൽ ഇതുപോലെ യേശു പറയുക, എന്റെ സ്നേഹത്തിൽ വസിപ്പി, ഞാൻ നിന്റെ കഷ്ടതകളെ മാറ്റും, ദുഃഖങ്ങളെ മാറ്റും, കണ്ണുനീര് മാറ്റും, നിന്റെ നൊമ്പരങ്ങളെ മാറ്റും, നിന്റെ എല്ലാ പ്രതിസന്ധികളെ മാറ്റും. നീ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട്. യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ? ആ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ സാക്ഷി നിൽക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇന്ന് പകൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുള്ള 800 കോടി ഞാൻ ശൈശവത്തിലും മാന്യത്തിലും കൗമാരി യൗവനത്തിൽ വാർത്തയിലും ധ്യാനപൂർവ്വത്തിൽ അസനയാ ചോട്ടന്റെ ചോട്ടൻ തടവറയിലായിരിക്കുന്ന ജനത്തിനായി
ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തെയും അധികാരികളെയും ഭരിക്കുന്നവരെ, നിയന്ത്രിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കത്തുന്ന BSCRPFും കർത്താവിന്റെ രഹസ്യാന്വേഷണങ്ങളെ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവരെ, പോലീസിന്റെ സെക്ഷനുകൾ, കർത്താവ് ജുഡീഷ്യൽ സെക്ഷനുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖല, ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാവരും മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന, ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന ചരിത്ര മാധ്യമ നിൽക്കുന്നവർ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ, എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാക്കിയോടിക്കും വാഹന യാത്ര വാഹനം സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസി, മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയും ജോലി ചെയ്യുന്നവർ, കർത്താവി വലുത് ചെറുതും എല്ലാ വ്യാപാരികളെ, വ്യവസായികളെ, വെടിവര കച്ചവടക്കാരെ, വലുത് ചെറുതും എല്ലാ ഖനികളിലും കമ്പനികളും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, കൺഷൻ രംഗത്ത്, കനി മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ആർമി ജോലി ചെയ്യുന്നവർക്ക് എല്ലാ ടാക്സികളുടെ സർവീസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി മദ്യത്തിനും മയക്കിനും മനസ്സിലേക്കും അടിമപ്പെട്ടവർ, കുടുംബജീവിതം തകർന്ന, കുടുംബജീവിതം ഒറ്റപ്പെട്ടു പോയവർ, വിവാഹപ്പായത്തേക്ക് സൗകര്യമാർ, തലമുറയില്ലാതെ ഭാരമില്ലാതെ ജപ്തി നടപടി നേരിടുന്നവർ, കടവാതിൽ കടന്നു പോകുന്നവർ, സാമ്പത്തികം ഞെരുക്കുമൊരു കുടുംബജീവിതം തകർന്നവർ, കുടുംബ കോളേജ് കെട്ടിക്കിടക്കുന്ന കേസിൽ ഭാരപ്പെടുന്നവർ, കർത്താവി സാമ്പത്തികമായി പണ്ട് പരാജയം നിൽക്കുന്നവർ, മദ്യത്തിനും മയക്കും അടിമപ്പെട്ടു തീവ്രവാദി വർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിപ്പാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി തീരുവാൻ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേശരാജ്യ കഷ്ടസഹിത വേദന കടന്നു പോകുന്നവർ, നൊപ്പരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെടുന്നവർ, വിസ കിട്ടാതെ ഭാരപ്പെടുന്ന, വിസ പുതുക്കാൻ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെടും, പാസ്പോർട്ട് തടഞ്ഞു വെച്ച് ഭാരപ്പെടുന്നവർ, നാട്ടിൽ കിടന്നവരെ സാലറി കിട്ടാൻ മടലാരത്തിൽ കഷ്ടം സഹിക്കുന്നവർ, ദേശപീഡകരും സൗകര്യമാർ, കർത്താവിലെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. മഹാവ്യാധിയാൽ കടന്ന് വാർത്തകവാസികൾ ഭാരപ്പെടുന്നവർ, വിവിധ കഷ്ടം സഹിക്കുന്ന എല്ലാ ജനത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേലി സ്നേഹിച്ച് കടന്നു ദൈവദാസിദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, തലമുറയെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ഒരു വലിയ ദൈവ സാന്നിധ്യം കർത്താവ് നയിക്കണമേ. കർത്താവ് യേശു പറഞ്ഞു, പിതാവിനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തിൽ വസിപ്പിക്കുന്ന കർത്താവിന്റെ സാക്ഷി ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ഈ ജനം മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമേ. സകല കഷ്ടകരമായിരിക്കുന്ന സകല ജനത്തെയും ഓർക്കുന്നു. വിടുതൽ ദൈവം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.